ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. ഒന്നൊന്നര എക്സ്പയറി ആണ് ഇന്ന് നമുക്കുണ്ടായത്. ഇന്നലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് 6 ലക്ഷം കോടി വൈപ്പ് ഔട്ട് ആയിപ്പോയിരുന്നു. ഇന്ന് അതിൽ കൂടുതൽ വൈപ്പ് ഔട്ട് ആയിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഇന്ന് IT സ്റ്റോക്കുകളിലാണ് ശക്തമായിട്ടുള്ളൊരു ഇടിവ് കണ്ടത്. ഇതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം ഉണ്ടായിരുന്നു. ചാറ്റ് GPT എല്ലാം തന്നെ ഓപ്പൺ AI അവരൊരു പുതിയ അനൗൺസ്മെൻറ്റ് നടത്തി എന്നുള്ളതാണ്. കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഓർഗനൈസേഷന് വേണ്ടിയിട്ടെല്ലാം തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന പുതിയ AI സിസ്റ്റം അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ കമ്പനികളുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ആ പ്രവർത്തനങ്ങളെ വളരെയധികം സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു പ്ലഗിനാണ് പുതിയതായിട്ട് ഈ ഓപ്പൺ AI ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, അവർ ഒരുപാട് കമ്പനിയായിട്ട് ഈ ഒരു പ്ലഗിൻ്റെ ഒരു കോൺട്രാക്റ്റും സൈൻ ചെയ്തു. ഗോൾഡ്മാൻ സാക്ക്, സോഫ്റ്റ് ബാങ്ക്, കൂടാതെ തന്നെ TPG, ക്യാപിറ്റൽ, ബ്രൂക്ക്ഫീൽഡ്, ബ്രെയിൻ ക്യാപിറ്റൽ, അങ്ങനെ ഒരുപാട് കമ്പനിയായിട്ട് ഇവർ ടൈപ്പ് ആയതു. ഇത് ആർക്കാണ് ഇത് ദോഷം ചെയ്യുക? US നിന്ന് അവിടുത്തെ IT ജോബുകൾ ഔട്ട്സോഴ്സ് ചെയ്ത് വരുന്ന നമ്മളുടെ IT കമ്പനീസിനാണ് ഇത് ദോഷം ചെയ്യുക. കൃത്യമായിട്ട് തന്നെ അത് നമുക്ക് ബാധിച്ചു. IT സ്റ്റോക്കുകളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ TCS, ഇൻഫോസിസ്, HCL ടെക്, പെർസിസ്റ്റൻറ്റ് സിസ്റ്റം, വിപ്രോ എല്ലാം തന്നെ ഭീകരമായ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റിയിലോ അദാനി പോർട്ട്, ശ്രീറാം ഫിനാൻസ്, ടെക്കം, ജിയോ ഫിനാൻസ്, HCL ടെക്കാണ് ഇടിവ് വലിയ ശക്തമായിട്ടുള്ള ഇടിവുണ്ടാക്കിയ കമ്പനി. നിഫ്റ്റിയുടെ ചാർട്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നിഫ്റ്റി 700-ലേറെ പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തി. പറഞ്ഞ വിശ്വസിക്കില്ല, എന്നാൽ കണ്ട വിശ്വസിക്കും. കാണാം, 24,200-ലായിരുന്നു നമ്മുടെ ക്ലോസിംഗ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം. തിങ്കളാഴ്ച ഇന്നലെ ഗ്യാപ് ഡൗൺ ഇടിഞ്ഞു. ഇന്ന് ചൊവ്വാഴ്ച സ്റ്റെപ്പ് പോലെ താഴേക്ക് ഇറങ്ങി വന്ന് 23,430 ഒരു ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഇതേ സമയം തന്നെ പോസിറ്റീവായ അല്ലെങ്കിൽ മാർക്കറ്റിന് അല്ലെങ്കിൽ രാജ്യത്തിന് പിടിച്ചു നിർത്താൻ പറ്റുന്ന കുറച്ച് അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രധാന അപ്ഡേറ്റാണ് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികളുടെ റോയൽറ്റി ഫീസ് കുറച്ചു എന്നുള്ള ന്യൂസ്. എന്താ ഇതിൻ്റെ ഒരു അർത്ഥം? ഈ ഇന്ത്യയിലെ അപ്സ്ട്രീം എനർജി മേഖലയെ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഇവ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സർക്കാർ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസിൻ്റെ എഫക്റ്റീവ് റോയൽറ്റി കുറച്ചു. ഇത് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനികൾ ഈ സർക്കാരിന് വേണ്ടി സർക്കാരിലേക്ക് അടയ്ക്കുന്ന ഒരു തുകയാണ് റോയൽറ്റി ഫീസ്. ഇത് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ലാഭസാധ്യതകൾ കൂടും. അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ കമ്പനീസ്, ONGC, ഓയിൽ ഇന്ത്യ തുടങ്ങിയ കമ്പനീസിന് ഇത് ഗുണം ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഇടിവും തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ കണ്ടില്ല. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാൻ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4,701, സിൽവർ 1% ഇടിഞ്ഞ് 84, ബിറ്റ്കോയിൻ 80,000, ബ്രന്റ് ഓയിൽ 107 സ്പൈക്ക് ചെയ്തു, നാച്ചുറൽ ഗ്യാസ് 2.7, ഡോ ഫ്യൂച്ചർ കാണാം ചെറിയ പോയിൻ്റാണ്, നാസ്ഡാക്ക് ഫ്യൂച്ചറും 0.5%. കൂടാതെ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് ഇടിവിലാണെങ്കിൽ കൂടിയും ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞ പോലെയൊന്നും ഇടിവ് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നുണ്ടായിട്ടുള്ള ഇടിവ് സ്വാഭാവികമായിട്ടും ഈ ഒരു FISൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. അത് നമുക്കറിയാം. ഇന്നലെയും ഉണ്ടായിരുന്നു, 8,000 കോടി രൂപയ്ക്ക് മുകളിൽ സെല്ലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു IT മേഖലയിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു സീവിയർ സെൽ ഓഫാണ്. മാർക്കറ്റും ഒരു ബീറിഷ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുമ്പോൾ കാണാം 23,400 സ്പോട്ടുള്ളത്, 24,000 തന്നെയാണ് മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് നിൽക്കുന്നത്. വലിയ റെസിസ്റ്റൻസ് സോണാണ്. സപ്പോർട്ടായിട്ട് 23,000 as of now ഉള്ളത്. അപ്പോൾ PCRL തന്നെ 0.65 എന്ന നിലയിലാണ് 1 താഴെ ബീറിഷായ ഒരു അവസ്ഥയിലാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ഇനി അതാണ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടു, നമ്മൾ മാർക്കറ്റിൽ ഈ ഇമ്പാക്റ്റുകൾ പറയുകയാണെങ്കിൽ കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ന് ഇടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 11% ഇടിഞ്ഞു. PM മോഡി ഗോൾഡ് ബൈ ചെയ്യുന്നത് കുറച്ച് സൂക്ഷിച്ച് വേണമെന്നുള്ളൊരു പ്രസ്താവന. കൂടാതെ ഇന്ത്യ വിക്സ് ഇന്ന് ഇന്ത്യയിലെ വോളറ്റിലിറ്റി ഇൻഡെക്സ് ആണ്. കൂടുതൽ ഫിയർ ഉണ്ടാകുമ്പോൾ സ്പൈക്ക് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് ഇന്ത്യ വിക്സ്. ഇന്ന് 3.6% സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലും വിക്സ് സ്പൈക്ക് ചെയ്തു. വേറെ നെഗറ്റീവ് ന്യൂസ് ഉള്ളത് നമ്മുടെ SIP രജിസ്ട്രേഷൻ 12 മന്ത് ലോയിലാണ് ഉള്ളത് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിൻ്റെ SIP രജിസ്ട്രേഷൻ
ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും കുറച്ച് സ്റ്റോക്കുകളുടെ റിസൾട്ട്, M&B എഞ്ചിനീയറിംഗ് റിസൾട്ട് വന്നു. 28 നിന്ന് 27 പ്രോഫിറ്റ് വർദ്ധിച്ചെങ്കിൽ പ്രോഫിറ്റ് ചെറുതായിട്ട് കുറഞ്ഞു. യെസ്, സ്റ്റോക്ക് ഇന്ന് 9% ഇടിവ്. ഡൈനാമിക് കേബിൾ കമ്പനി ഇന്ന് 18% ഇടിവ് രേഖപ്പെടുത്തി. പ്രോഫിറ്റ് ഫ്ലാറ്റ് ആയിരുന്നു. വൺ വീക്ക് കമ്പനി ലോസിലുണ്ടായിരുന്ന കമ്പനിയാണ് ഇത്തവണ പ്രോഫിറ്റിലായിട്ടുണ്ട്. പക്ഷേ സ്റ്റോക്ക് 8% ഇടിവ് രേഖപ്പെടുത്തി. അബൌട്ട് ഇന്ത്യയും എനിവേ അത് വിടാം നമുക്ക്, കാരണം സ്റ്റോക്കുകളുടെ ന്യൂസ് അല്ല. ഇന്ന് എൻറ്റയർ മാർക്കറ്റ് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് ഫലങ്ങൾ അത് റിഫ്ലക്റ്റ് ആയിട്ടില്ല. മാർക്കറ്റ് 430 പോയിന്റ് നിഫ്റ്റി ഇടിയുമ്പോൾ സ്വാഭാവികമായ രീതിയിലും ആ ഒരു ന്യൂസുകൾ ഈ സ്റ്റോക്കിൽ അപ്ഡേറ്റഡ് അല്ല. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ സ്ഥിതിഗതികൾ ശാന്തവുമല്ല. ഇറാൻ US ആ ഒരു നിർദ്ദേശം, US പ്രപ്പോസൽ, ഇറാൻ തിരിച്ചയച്ച പ്രപ്പോസൽ ട്രംപിനത് സ്വീകാര്യമല്ലായിരുന്നു. ഈ ഒരു ഇറാൻ്റെ മറുപടിയിൽ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ ഫ്രീസ് ചെയ്ത ആ ഒരു സ്വത്തുക്കളെല്ലാം തന്നെ അൺഫ്രീസ് ചെയ്യണം, സാമ്പത്തിക ഉപരോധം മാറ്റണം എന്നുള്ളതാണ്. പക്ഷേ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിൻ്റെ ആ ഒരു ഭാഗമൊന്നും ഇറാൻ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു യുദ്ധം എന്തിനു വേണ്ടി ഉള്ളതായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ യുറേനിയം വലിയ തോതിൽ എൻറിച്ച്മെൻറ്റ് നടത്തി, അപ് ടു 60% എൻറിച്ച്മെൻറ്റ് നടത്തി ഒരു അണ്വായുധ ശക്തിയായിട്ട് ഇറാൻ മാറുന്നത് തടയാനായിട്ടായിരുന്നു ഈ ഒരു യുദ്ധം. പിന്നീടാണ് ഇത് സ്റ്റേറ്റ് ഓഫ് ഹോർമുസ് അടക്കുക തുറക്കുക എന്നുള്ള കാര്യവും, കൂടാതെ തന്നെ ലെബനാനും അല്ലെങ്കിൽ മറ്റുള്ള ഹിസ്ബുള്ള പോലെയുള്ള അവർക്ക് മേൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്തണമെന്ന് ഇറാൻ പറഞ്ഞിട്ടുള്ളതൊന്നും തന്നെ ഇപ്പം ഇതൊന്നും ഇനീഷ്യലി ഉണ്ടാവാത്ത കാര്യങ്ങളാണ്. ഇനീഷ്യലി ഈ US ഈ യുദ്ധം തുടങ്ങി വെച്ച കാരണം എന്താണോ അതിൻ്റെ സംബന്ധിച്ച് യാതൊരു കാര്യവും ഇറാൻ മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാവാം ട്രംപ് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു പ്രപ്പോസലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിവേ ഈ ഒരു യുദ്ധം തീരുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് ഹോർമുസിൻ്റെ ഒരു ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം US അവരുടെ ഓയിൽ റിസർവ് മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യാനായിട്ട് സമ്മതം അറിയിച്ചു, അല്ലെങ്കിൽ റിലീസ് ചെയ്യാനായിട്ട് ഒരു സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. കാരണം ഓയിൽ പ്രൈസ് ഒന്ന് സ്റ്റേബിളാക്കി നിർത്താൻ. പിന്നെ വേറൊരു കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ UAE ഒപ്പക്കിലല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും UAEക്ക് വേണമെങ്കിൽ അവരുടെ ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ US ഭാഗത്തു നിന്ന് അവരുടെ ഓയിൽ റിസർവുകളും മാർക്കറ്റിലേക്ക് ഫ്രീ ആയിട്ട് വരികയാണെങ്കിൽ ഓയിൽ പ്രൈസ് ഒപ്പക്കിൻ്റെ മാത്രം നിയന്ത്രണത്തിൽ ആകുന്ന ഒരു സംഗതിയായി മാറില്ല. പക്ഷേ സ്റ്റിൽ ഏറ്റവും കൂടുതൽ ഓയിൽ ഉൽപ്പാദനം നടത്തുന്ന രാജ്യങ്ങളിൽ ഇപ്പോൾ ഖത്തറിൻ്റെ റസൽഫാൻ ഏരിയയിലെല്ലാം തന്നെ ഈ ആക്രമണ സാധ്യതകൾ ഉള്ളതുകൊണ്ടും ഓൾറെഡി തന്നെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് കൊണ്ടും ഈ റസൽഫാൻ ഖത്തർ ഗ്യാസിൻ്റെ റസൽഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഓൾറെഡി തന്നെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 20% കുറഞ്ഞതുകൊണ്ടും അവിടുത്തെ കേടുപാടുകൾ പരിഹരിച്ച് അവർക്ക് അത് മുന്നത്തെ പോലെ പ്രൊഡക്ഷൻ കൊണ്ടുപോകാനായിട്ട് 5 വർഷത്തിൻ്റെ സാവകാശം ഉള്ളത് കൊണ്ടും ഓയിൽ പ്രൈസ് ഇങ്ങനെ തന്നെ വലിയ മാറ്റങ്ങളില്ലാതെ തന്നെ നിലനിൽക്കും. അതല്ലെങ്കിൽ US വലിയ തോതിൽ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗവൺമെൻറ് ഇന്ന് ചെയ്തിട്ടുള്ളത്, റോയൽറ്റി ഫീ കുറച്ചിട്ടുള്ളത്. അപ്പോൾ എനിവേ ബുൾസും ബീഴ്സും അല്ലെങ്കിൽ നെഗറ്റീവ് ന്യൂസും പോസിറ്റീവ് ന്യൂസും അത് ഒരേ ശക്തിയായിട്ട് ഇങ്ങനെ മുന്നേറുകയാണ്. നമ്മൾ കുറച്ചും കൂടി കോഷ്യസ് ആയിട്ട് തന്നെ മുന്നേറുക, ആക്ട് ചെയ്യുക. നാളെ കാണാം. ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഓൾ.